ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് താരരെ വീട്ടിൽ പോകാനായിട്ട് രാധമ്മ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് പെട്ടിയൊക്കെ കൊണ്ടുപോയി കാറിൽ വയ്ക്കുന്നുണ്ട്. അവരൊന്നും വന്നില്ലേടി, ഞാൻ എന്തെടുക്കും എത്ര നേരം എന്ന് പറയാൻ കേട്ടോ. അവർ ഒരുങ്ങണം, ഇപ്പോൾ ഒരുങ്ങണ്. നിങ്ങളൊക്കെ എന്തെടുക്കായിരുന്നു, വേഗം ഒന്ന് ഇറങ്ങിയാൽ മതി, മനുഷ്യനോട് ഇരുന്നിട്ട് ശ്വാസം മുട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് രാധമ്മ വഴക്ക് പറയണേ. അമ്മയ്ക്ക് അങ്ങനെ സാരി കൊടുത്ത് നിന്നാൽ മതി, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. ഈറ്റങ്ങൾ ഓരോന്നിനും ആട്ടി തെളിച്ച് ഒരുക്കി പുറത്തേക്ക് ഇറക്കണ്ടേ എന്ന് ചോദിക്കണം. പിന്നെ പുറത്തേക്ക് ഇറക്കണം, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി, ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധമ്മ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്തായാലും പോകാം, എനിക്ക് മുടി പോലും കെട്ടാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. അതിനുശേഷം യമുനെ വിളിക്കുകയാണ് കേട്ടോ. യമുനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അന്നേരം യമുന ഓടി വരികയാണ് കേട്ടോ. അമ്മ, ഞാൻ മുടി കെട്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ രാധമ്മ പറയാം, അതേ വീട് കാണാൻ പോകുന്നത്, പെണ്ണ് കാണാനൊന്നും അല്ല പോകുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചിരിക്കുന്നുണ്ട്. അതിന് ശേഷം ശാരദ പറയണത്, എല്ലാവർക്കും പോകാലോ, ഇനി വാ ഇറങ്ങാൻ പറഞ്ഞിട്ട്. അല്ല, താരനോടൊന്ന് പറയണ്ടേ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗംഗനോട്. അന്നേരം യമുന പറയുന്നുണ്ട്, വേണ്ട അമ്മേ, അവരുടെ ജാട ഇനി കാണണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി, അവൻ നമ്മളോട് പെരുമാറിയത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അഹങ്കാരം അല്ലാതെ പിന്നെന്താ എന്നൊക്കെ പറയേ. അപ്പോഴും എന്നാലും അവർ നമുക്ക് താമസിക്കാൻ സ്ഥലം തന്നതല്ലേ, നമുക്ക് എന്തായാലും പോകാം എന്ന് പറഞ്ഞിട്ട് പറയാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ താരനെ വിളിക്കാൻ കേട്ടോ ഗംഗ താരനെ വിളിക്കുമ്പോൾ താരൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടേ. അന്നേരം ശാരദ പറയാണ്, അതി മോളെ, ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ താര പറയാണ്, ഞാൻ മുകളിലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പോകാൻ നേരത്തെ ആ വാതിലൊന്ന് ചാരിക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യമുന ഇങ്ങനെ നോക്കാൻ കേട്ടോ, തൃപ്തി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല അവരോട് പറയണ്ടാന്ന്, അഹങ്കാരം, എന്നാലും നമ്മളൊന്നും പറയേണ്ട കടമില്ല അമ്മയെന്ന് പറയും. പിന്നെ കടമ അവളുടെ അഹങ്കാരം കാണാനല്ലേ എന്ന് പറയുകയാണേ. അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് കാറിൽ കയറി പോകുന്നത് താരങ്ങനെ വിഷമത്തോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജയപാലിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, ബാക്കി എന്താണെന്ന് വെച്ചാൽ ജയപാലൻ ഞങ്ങൾ ആയിക്കോളാൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാജേശ്വരിയും സത്യനും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ശരിയാവുന്നു, ഈ യാത്ര? അത് ശരിയാണ്, നല്ല മഴയല്ലേ. മഴയോ എവിടെ? ഛത്തീസ്ഗഡിൽ. ഞാൻ അതല്ല പറഞ്ഞത്, നിവിൻ്റെ ഈ യാത്ര ശരിയാവുന്നേ, നീയല്ലേ പറഞ്ഞത് അവനോട് പഠിക്കാൻ പൊക്കോളാൻ. അതൊക്കെ തന്നെയാണ്, പക്ഷേ അവൻ തിരുവനന്തപുരത്തേക്ക് എങ്ങാനാണോ ഇനി പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിവിൻ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരി ചോദിക്കുന്നുണ്ട്, ഇത് വേണോ മോനെ, അമ്മയല്ലേ എന്നോട് പറഞ്ഞത് പോയി പഠിച്ചോളൂ, നീ കൊച്ചിയിലേക്ക് തന്നെയാണല്ലോ പോകുന്നത് അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ. അല്ല, തിരുവനന്തപുരത്തേക്കാണെന്ന്. അമ്മ എന്തെങ്ങനെ പറയുന്നത്, തിരുവനന്തപുരത്ത് എന്താ ഉള്ളത്, തിരുവനന്തപുരത്ത് എന്താണുള്ളതെന്നാ? കാവേരി അവളവിടെയാണല്ലോ എന്ന് ചോദിക്കട്ടോ. അമ്മരൊരു കാര്യം, അമ്മേ, കാവേരിക്ക് എന്നോട് പ്രണയമൊന്നുമില്ല, അത് അവൾ തുറന്നു പറഞ്ഞതാണ്, അവൾക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിലതൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാ, ഇനി എന്താ അമ്മയെന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. ഞാൻ എന്തായാലും തിരുവനന്തപുരത്തേക്കല്ല പോകുന്നത്, ഞാൻ കൊച്ചിയിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം രാജേശ്വരിക്കാണെന്നുണ്ടെങ്കിൽ സംശയം. അപ്പോൾ നിവിനിങ്ങനെ സത്യനെ കെട്ടിപ്പിടിച്ച് രാജേശ്വരിയുടെ യാത്രയൊക്കെ പറഞ്ഞ് സങ്കടത്തോട് കൂടിയിട്ടല്ല പോകുന്നത്, നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാജേശ്വരി ഇനിയും പോയി കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇവനെന്തോ ഹാപ്പിയാണല്ലോ ഇപ്പോൾ, സാധാരണ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഹാപ്പി, പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴാണ് ഹാപ്പി എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, സാറില്ല, അവനിപ്പോഴത്തെ മാനസിക സംഘർഷം നമുക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് നരേൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തു വലിയ വീടാ ചേച്ചി എന്നുള്ള ചോദിക്കുമ്പോൾ, ഇത് നമ്മളുടെ വീടല്ല, അത് നമുക്കതേ ആ വീടാണെന്ന് പറയും. അപ്പോൾ യമുന, കുഞ്ഞു വീടാ, അത് ആ വീടിൻ്റെ ഒരു വശമാണ്, അപ്പുറം നല്ല രസമുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും എന്തായാലും നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നും അല്ലല്ലോ, നിളമോളെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതല്ലേ എന്ന് കാവേരി പറയുമ്പോൾ വിനീത് പറയും, അതെ ശരി തന്നെ, വേഗം പോകണം നമുക്ക് എന്ന് പറയുമ്പോൾ ഗംഗനെ ദേഷ്യത്തോടു കൂടി നോക്കും. അതിനുശേഷം ശാരദ വന്ന് ബെല്ലടിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ വന്നില്ലേന്ന് ഗായത്രിനോട് പറഞ്ഞിട്ട് അവർ താക്കോല് മേടിക്കാൻ, ശരി ഞാൻ അമ്മനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്ത് ചെന്നിട്ട് അമ്മനോട് പറയുകയാണിത്, അവർ വന്നിട്ടുണ്ട്, താമസിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ള പോലെയാണ് തോന്നുന്നത്, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അമ്മേ, എനിക്ക് പറയായിരുന്നില്ലേ അവരോട് നമ്മൾ വാടകയ്ക്ക് വീട് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ശരി ഞാൻ പറയാമെന്ന് പറയുമ്പോഴേ രഘു അതായത് മുത്തശ്ശൻ പറയുകയാണ്, വേണ്ട, നീ അംബിക തന്നെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അംബികാമ്മയ്ക്ക് വലിയ വിഷമമായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ജയപാലനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അയാൾ വിളിക്കുന്നത്.
അങ്ങനെ നരേൻ്റെ ഫോണിലേക്ക് വിളിക്കാം. നരേനെ ഉറങ്ങാവട്ടോ. ആദ്യം എടുത്തിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ജയബാലൻ വീണ്ടും വിളിക്കും കേട്ടോ. അതിനുശേഷം ജയബാലൻ വീണ്ടും വിളിക്കുമ്പോൾ നരേൻ ഹലോ എന്ന് പറയുമ്പോൾ ജയബാലനാ എന്ന് പറയും കേട്ടോ. ആണോ, ആ ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വെക്കുകയാണ്. ഇപ്പം കട്ട് ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കാൻ കേട്ടോ. അതെ, അപ്പോൾ ജയബാലൻ ഭീഷണി സ്വരായിട്ടോ. അതെ, ഈ പുഷ്പവാടിയിലുള്ളവരെല്ലാവരും ജയബാലൻ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെങ്കിലേ മുള്ളും എന്ന് പറയട്ടോ, നിക്കറിൽ മുള്ളും എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നരേന് ഉറക്കത്തിന് എണീറ്റല്ലേ. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നരേൻ പറയും, ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ ജയബാല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓക്കെ, പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ സംഭവം, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നരേൻ ചോദിക്കും കേട്ടോ. നിങ്ങളുടെ വീട് ഒരെണ്ണം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, ഔട്ട് ഹൗസ് എന്ന് പറയും കേട്ടോ. എന്നാൽ നിങ്ങൾ കേട്ടത് ശരിയല്ല, ഞങ്ങളുടെ വീട് ഇവിടെ വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജയബാലൻ പറഞ്ഞു, വാടകയ്ക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഇപ്പം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ വാടകയ്ക്ക് വീട് കൊടുക്കരുത് എന്ന് പറയട്ടോ. ആഹാ, അതെന്താ, എനിക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ നരേൻ. അതെ, ഇപ്പം വന്നിരിക്കുന്നത് ശാരദയും മക്കളുമാണ്. അവർക്ക് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജയബാലൻ ആരാണെന്ന് നിങ്ങളറിയും. വാടക വീട്ടിൽ താമസിക്കുന്നവർ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ എല്ലുകൾ ഒടിയും, ബുൾഡോസർ കയറി ഇറങ്ങിയ പോലെയായിരിക്കും പിന്നീട് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നരേൻ അത് ശരിക്കും കൊള്ളുകയാണ് കേട്ടോ. അപ്പം നരേൻ പറഞ്ഞിട്ട്, ആണോ, എന്നാലേ നീ ഒരു കാര്യം ചെയ്യടാ ജയബാല, നീ ഇങ്ങോട്ട് വായു. ഈ ബുൾഡോസർ കയറി ഇറങ്ങിയ എല്ലൊടിയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമുക്കതൊന്ന് കാണാം. എന്ത്, ആഹാ, നീ ഇങ്ങോട്ട് വാടാ, നമുക്ക് നേരിട്ട് കാണാമെന്നേ എന്ന് ചോദിക്കാൻ കേട്ടോ. നിനക്കൊരു എല്ല് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് എൻ്റെ അടുത്ത് വേണ്ടാന്ന് ജയബാലൻ പറയാൻ കേട്ടോ. ജയബാല, നീ എന്തായാലും എല്ലൊടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ആ എല്ലൊടിയണത് എനിക്കൊന്ന് കാണണം. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ, തിരുവനന്തപുരത്തേക്ക് വായു. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ. എന്തായാലും എല്ലൊടിക്കുന്നു പറഞ്ഞതല്ലേ, എനിക്കതൊന്ന് കാണണം എന്ന് ജയബാലനോട് പറഞ്ഞിട്ട് നരേൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം അംബികാമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അവരോട് പറയണ്ടേ വാടകയ്ക്ക് വീടില്ലാന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവിടെ നരേൻ പറയുന്നതേ നടക്കുള്ളൂ, അവനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചതെന്നറിയാലോ, ഇനി അവൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ കൂട്ടു നിൽക്കൂല, നീ പോയിട്ട് അവരോട് പറയും വീടില്ലാന്ന്. അപ്പോഴേക്കും മുത്തശ്ശി എന്നൊരു വിളി കേൾക്കാണ് കേട്ടോ. അപ്പോൾ നരേൻ ഇങ്ങനെ വന്നിട്ട് പറയും, ആ വീടിൻ്റെ താക്കോൽ ചോദിച്ചത് അടിച്ചു പോരാനും തുടച്ചിടാനൊന്നും അല്ലല്ലേ, വാടകയ്ക്ക് ആൾ വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് പിന്നെ മോനെ, ഞാൻ അവരോട് പറഞ്ഞോളാം വാടകയ്ക്ക് വീട് കൊടുക്കുന്നില്ലാന്ന്, എനിക്കൊരു അപ്പോഴത്തെ ഒരു ബുദ്ധി തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയും കേട്ടോ. സാരില്ല, ഞാൻ അവരോട് പറഞ്ഞോളാം. അപ്പോൾ നരേൻ പറഞ്ഞു, വേണ്ട, തൽക്കാലം അവരോട് പറയണ്ട, വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറയണ്ട. ഇനി അവരവിടെ താമസിക്കുക തന്നെ വേണം. പിന്നെ ഇനി അവരവിടെ താമസിച്ചില്ലെങ്കിലാണ് വിവരം അറിയാൻ പോകുന്നതെന്ന് പറയട്ടോ. എന്താ മോനെ, താക്കോൽ എന്നാ പിടിച്ചോ, അവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തോ, ഇനിയെങ്ങാനും അവർ താമസിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നാരായണൻ ആരാണെന്ന് അറിയും എന്ന് പറഞ്ഞിട്ട് നാരായണൻ അവിടെ മീശയൊക്കെ പിരിച്ച് മുകളിലേക്ക് പോകാണ് കേട്ടോ. അച്ഛമ്മയ്ക്കും അല്ല നമ്മൾ അംബികാമ്മയ്ക്കും ഗായത്രിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എന്നിട്ട് താക്കോലൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗംഗ പറയുന്നുണ്ട് കേട്ടോ, അംബികാമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഇങ്ങനെ ഒരു പേടി പോലെ, താക്കോൽ കൊണ്ടുതരാൻ എത്ര നേരമാണ് എടുത്തത് എന്ന് പറയട്ടോ. അപ്പോൾ കാവേരി പറഞ്ഞു, അത് എനിക്ക് അന്നത്തെ ആയൊരു വരവിലും തോന്നി, അവർക്ക് ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ എന്തോ ഒരു പേടി പോലെ എന്ന് പറയട്ടോ. അപ്പോൾ യമുന പറയും, ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങാനും വല്ല പുലിനെയോ സിംഹത്തിനെ എങ്ങാനും അടച്ചിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ശാരദ, നിങ്ങളെപ്പോലെ ഉള്ള പുലിയും സിംഹമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ പുലിനെയും സിംഹത്തിനും ഒന്നും പേടിക്കണ്ടല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ പുഷ്പവാടിയിലത്തെ കാര്യം തന്നെ വിനീത് പറയാൻ കേട്ടോ. എൻ്റെ വിനീതേട്ടാ വന്നല്ലേ ഉള്ളൂ, ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ഇവർ വാതിൽ തുറക്കുന്ന സമയത്ത് ജയപാലൻ ഇങ്ങനെ ഒരു വാളും കൊണ്ട് നിൽക്കുന്നത് പോലെ ശാരദയ്ക്ക് തോന്നുകയാണ് കേട്ടോ. പക്ഷേ അതൊരു തോന്നലായിരുന്നെങ്കിലും കൂടിയിട്ട് ഇവർ കയറി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വിനീതിനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. വിനീതും ജയപാലനും ഉണ്ട്. അതായത് വിനീതിനെ തല്ലാനായിട്ട് കയറി പിടിക്കുന്നതും വിനീത് അടിച്ച് ഓടിക്കുന്നതും, അതിന് ശേഷം പിന്നീട് കാവേരി വന്നിങ്ങായിട്ട് നല്ല തൻ്റെ ഇടത്തോടു കൂടി വന്നിട്ട് ജയപാലനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് അങ്ങോട്ട് തള്ളിയിടുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട്
നരേൻ്റെ മുത്തശ്ശിയൊക്കെ ആകെ അമ്പരം നിൽക്കുകയാണ് കേട്ടോ. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഗംഗയും യമുനയും കാവേരിയും കൂടിയിട്ട് ഒരു വരവ് വരുന്നതുമായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.